മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. അതിന് ശേഷം കുറച്ച് കടുക് ആഡ് ചെയ്യുക, 1 ടീസ്പൂണ്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റുക. 6 പച്ചമുളകാണ് ഞാൻ എടുത്തത്. ഓരോരുത്തർ എരിവിനനുസരിച്ച് എടുക്കുക. ഇതിന് വലിയ എരിവില്ല കേട്ടോ, അതുകൊണ്ടാണ് 6 എടുത്തത്. മുളക് പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് ഒരുപാട് എരിവായി പോകും. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം നോക്കിയെടുത്താൽ മതി. ഇത് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർക്കുക. അത് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ്, കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത്, ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ. ഇനി ഇതിലേക്ക് ഞാൻ നന്നായി വഴറ്റിയ ശേഷം ഞാൻ കുറച്ച് അച്ചാർ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്, വേണമെങ്കിൽ പൊടി ഉപ്പിടാം. ഇത് നമ്മളൊന്ന് വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലോണം തിളപ്പിക്കുമല്ലോ, അപ്പോൾ ആ കല്ലുപ്പ് അലിഞ്ഞോളും. നന്നായി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറിയ സിമ്മിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. വിനാഗിരി ഒരു 1/4 കപ്പോളം വിനാഗിരി. ഞാനിതിപ്പോൾ വെളുത്തുള്ളി ആയതുകൊണ്ട് പുളി നോക്കിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. കുറച്ച് 1/4 കപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മസാലയും മുളകൊക്കെ നല്ലോണം ഇതിൽ മിക്സാകുന്ന തരത്തിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഞാനിവിടെ 1 കിലോ വെളുത്തുള്ളിയാണ് എടുത്തത്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, മുഴുവനായിട്ട് ഇട്ടതാണ്. ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അധികം വലുതായിരിക്കില്ല, അത് ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്, കട്ട് ചെയ്തിട്ടിടാം കേട്ടോ. ഇത് 1 കിലോ വെളുത്തുള്ളിയാണ്. നന്നായി മിക്സായി കൊടുക്കുക. ഈ മുളകും അച്ചാർ പൊടിയൊക്കെ എല്ലായിടും എത്തുന്ന തരത്തിൽ നന്നായി മിക്സായി കൊടുക്കുക. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം, ഒരു ഗ്രേവി വേണമെങ്കിൽ അധികം ലൂസാകാത്ത തരത്തിലുള്ള വേണം അച്ചാർ. അധികം ലൂസാവില്ല, നമ്മളെ കറി പോലെ ആവില്ല. അപ്പോൾ എന്നാലും കുറച്ച് വെള്ളത്തിൻ്റെ ഇത് വേണമെങ്കിൽ ചൂടായി തിളപ്പിച്ചറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ടാണ് നന്നായി തിളക്കട്ടെ. ഇനി നന്നായിട്ടൊന്ന് അത് ഇതായി വരട്ടെ. ശേഷം ഉപ്പൊക്കെ നോക്കുക. നമ്മൾ വിനാഗിരി ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം നമുക്ക്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നല്ലൊരു അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാർ നല്ല ടേസ്റ്റാണല്ലേ. കല്യാണ സദ്യകളിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റല്ലേ. വെളുത്തുള്ളി എല്ലാത്തിനും നല്ലതല്ലേ. അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചധികം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരുന്നതിനോട്ടാവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഞാൻ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയും 1.5 ടേബിൾ സ്പൂൺ കടുകും വറുത്ത് പൊടിച്ചതാണിത്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ആദ്യം തന്നെ വറുത്തിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. അത് ഞാൻ ആദ്യം തന്നെ ചെയ്തതാണ്. ഇത് കടുക് 1.5 ടേബിൾ സ്പൂണും ഉലുവ 1 ടേബിൾ സ്പൂണും കേട്ടോ. രണ്ടും ഈക്വലായിട്ട് എടുക്കണ്ട, ഇങ്ങനെ എടുത്താൽ മതി. നന്നായി മിക്സാക്കിയിട്ട് വെക്കുക. അപ്പം ഇതുവരേക്കും നമ്മുടെ അച്ചാർ റെഡിയായി. ഇപ്പോൾ പുളി വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി നിങ്ങൾക്ക് ചേർക്കാം. എൻ്റെ കറക്റ്റാണ്, ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് അച്ചാർ സെറ്റായോ നോക്കാം. അത് കണ്ട ഈ ഒരു പരുവത്തിലായി അച്ചാർ ഉണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ ഒന്ന് കേട്ടോ.